ഹായ് ഓൾ, KS ഓണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടക്കാല ബജറ്റിൻ്റെ ഭാഗം 2 നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഈ ബജറ്റിൽ എന്തൊക്കെ പറയുന്നുണ്ട്, ഇതുവരെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കമ്മിറ്റ്മെൻറ്റ് ടു മീറ്റ് നെറ്റ് സീറോ ബൈ 2070. ഇപ്പം നമുക്ക് നെറ്റ് സീറോ എന്താണെന്ന് അറിയാം. അത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ചെയ്യുന്നതിൻ്റെയും അതുപോലെ അത് റിമൂവ് ചെയ്യുന്നതിൻ്റെയും ഒരു ബാലൻസിനെ സൂചിപ്പിക്കുന്നതാണ് ഈ നെറ്റ് സീറോ എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് സീറോ പറ്റിയുള്ള ഡിസ്കഷൻസ് നമുക്കറിയാം. COP20 കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 26 2021 UNFCCയുടെ COP26 ഈ നെറ്റ് സീറോ എമിഷൻസുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റ്മെൻറ്റ്സ് എല്ലാവരും പറഞ്ഞത്. നമ്മൾ ഇന്ത്യ 2070 നെറ്റ് സീറോ ആകാമെന്ന് പറഞ്ഞത്. ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ 2070 ആണെങ്കിൽ നമ്മൾ കേരളത്തിൻ്റേതായ ഒരു കമ്മിറ്റ്മെൻറ്റ് 2050 നമ്മൾ നെറ്റ് സീറോ അച്ചീവ് ചെയ്യാമെന്ന് വച്ചിട്ടുണ്ട്. ഇത് ഓർമ്മിക്കുക, കാരണം ഇത് ക്വസ്റ്റ്യന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയും കേരളവും രണ്ട് വർഷം ആയതുകൊണ്ട് ചിലപ്പോൾ ഓപ്ഷൻസിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കേരളം 2050 നെറ്റ് സീറോ എമിഷൻ കൈവരിക്കുമെന്നും ഇന്ത്യ 2070 ആണ് എന്നാണ് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത്. വർഷങ്ങൾ ഓർമ്മിക്കുക. ഓക്കെ, ഇനി വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ഫോർ വിൻഡ് എനർജി. ഇപ്പോൾ വിൻഡ് എനർജിയായിട്ട് ബന്ധപ്പെട്ട വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് കൊടുക്കും. അപ്പോൾ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്ന് പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് അതിന് എത്രത്തോളം ഈ ഫിനാൻഷ്യലി അതിൽ നിന്ന് ഉള്ള ഒരു വരുമാനം കിട്ടുക എന്നുള്ളത് വളരെ സംശയകരമായിരിക്കും. പക്ഷേ നല്ലൊരു പർപ്പസ് ആയിരിക്കും, ഇക്കണോമിക്കലി തന്നെ നല്ലൊരു പർപ്പസ് ആയിരിക്കും. പക്ഷെ അത്ര കണ്ട് ഫിനാൻഷ്യലി പ്രോഫിറ്റബിൾ ആയിരിക്കുന്ന കാര്യമായിരിക്കില്ല. അങ്ങനത്തെ പദ്ധതികൾക്കാണ് ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ഫോർ വിൻഡ് എനർജി നമ്മൾ കൊടുക്കുന്നുണ്ട്. സെറ്റിംഗ് അപ്പ് ഓഫ് കോൾ ഗ്യാസിഫിക്കേഷൻ ആൻഡ് ലിക്വിഫാക്ഷൻ കപ്പാസിറ്റി, അത് നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എന്താണ് കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നത്? കോളിനെ പാർഷ്യലി ഓക്സിഡൈസ് ചെയ്തിട്ട് എന്തുമായിട്ട് ബന്ധപ്പെടുത്താണ് ഓക്സിഡൈസ് ചെയ്യുന്നത്? എയർ, ഓക്സിജൻ, സ്റ്റീം ഇതുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അതിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യും? ഫ്യൂവൽ ഗ്യാസാക്കി കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ഫ്യൂവൽ ഗ്യാസാക്കി കൺവേർട്ട് ചെയ്തിട്ട് അതിനെ എനർജി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യും. ഓക്കെ, ഇനി അല്ലെങ്കിൽ കോൾ ലിക്വിഫാക്ഷൻ കപ്പാസിറ്റി, അങ്ങനത്തെ അതിന് വേണ്ടിയുള്ള കപ്പാസിറ്റീസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ ആരംഭിക്കുന്നു പറയുന്നത്. കോൾ ലിക്വിഫാക്ഷനും ഏതാണ്ട് സെയിം തന്നെയാണ്. കോളിനെ ഏതാണ്ട് ഒരു ലിക്വിഡ് കൈൻഡ് ഓഫ് ഫ്യൂൽ അല്ലെങ്കിൽ പെട്രോ കെമിക്കൽസ് ആക്കി മാറ്റും. അതിനെ എന്താണ് സാധാരണ ലിക്വിഡ് ഫ്യൂവൽസ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ അതുമാതിരി ഉപയോഗിക്കുക. ഫേസ്ഡ് മാൻഡേറ്ററി ബ്ലെൻഡിങ് ഓഫ് CNG, PNG ആൻഡ് കംപ്രസ്ഡ് ബയോഗ്യാസ്. അപ്പോൾ നമ്മൾ പെട്രോളിയത്തിലോട്ട് ഈ ബയോ ഫ്യൂൽ ബ്ലെൻഡ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ പലപ്പോഴായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണെന്ന് നിങ്ങൾക്കറിയാം. അതൊരു ഓർഡർലെസ് ആയിട്ടുള്ള, ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള ഗ്യാസാണ്. ഏറ്റവും കൂടുതൽ ഭാഗവും മോർ ദാൻ 90% മീഥേനാണ് അതിലെ കണ്ടൻറ്റ്. PNG എന്ന് പറഞ്ഞാൽ പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസാണ്. അപ്പോൾ ഇതിനെയൊക്കെ എന്താണ് ബ്ലെൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ബയോമാസ് അഗ്രിഗേഷൻ മെഷീനറി. അപ്പോൾ ബയോമാസ് പലയിടത്ത് സ്ഥലങ്ങളിലായിട്ട് അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷന് കാരണം. അപ്പോൾ ഈ ബയോമാസിനെ ശേഖരിച്ച് അതിനെ എന്തെങ്കിലും ഒരു കളക്ട് ചെയ്ത് ഒരു എനർജി ഫ്യൂലാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും മെഷീനറീസ്, അതിന് വേണ്ടിയുള്ള അസിസ്റ്റൻസ് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. ഇനി റൂഫ് ടോപ്പ് സോളറൈസ്. അപ്പോൾ കേരളത്തിന് തനതായ പദ്ധതിയുണ്ട്. അതുപോലെ റൂഫ് ടോപ്പ് സോളറൈസേഷന് വേണ്ടി 1 കോടി വീടുകളെ സജ്ജരാക്കുന്ന പദ്ധതിയാണ് ഇത്. ഇനി അഡോപ്ഷൻ ഓഫ് ബസ്സസ് ഫോർ പബ്ലിക് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക്. ഇത് ഓൾറെഡി മിക്ക സ്ഥലങ്ങളിൽ അഡോപ്റ്റ് ചെയ്തത് തന്നെയാണ്. സ്ട്രെങ്തനിങ് ഓഫ് വെഹിക്കിൾ എക്കോസിസ്റ്റം ബൈ സപ്പോർട്ടിംഗ് മാനുഫാക്ചറിങ് ആൻഡ് ചാർജിങ്. ഇപ്പം വെഹിക്കിൾസ് ഉണ്ടാകുമ്പോഴത്തേക്കും ഏറ്റവും വലിയ പ്രത്യേകത ഒന്നുകിൽ ബാറ്ററി ചാർജിങ് സ്റ്റേഷൻസ് വേണം, അല്ലെങ്കിൽ ബാറ്ററി സ്വാപ്പിങ്ങിന് വേണ്ടിയുള്ള ഫെസിലിറ്റി സെൻറ്റേഴ്സ് വേണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ സ്ഥാപിക്കും. ന്യൂ സ്കീം ഫോർ ബയോ മാനുഫാക്ചറിങ് ആൻഡ് ബയോ ഫൗണ്ടറി ടു ബി ലോഞ്ച് ടു സപ്പോർട്ട് എൻവയറൺമെൻറ്റ് ഫ്രണ്ട്ലി ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഇതൊരു ഈ പുതുതായിട്ട് വരാൻ പോകുന്ന പദ്ധതിയാണ്. അത് ബയോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതുവരെയുള്ള എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്ന പല മെക്കാനിസംസിന് ഒരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിൽ ബയോ മാനുഫാക്ചറിങ് ആൻഡ് ബയോ ഫൗണ്ടറി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ബയോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, സിസ്റ്റംസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടോമേഷൻ, അനലറ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പോൾ AI ബാക്ക്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടെക്നോളജിയൊക്കെ ആണെങ്കിൽ അപ്പോൾ അതാണ് ബയോ ഫൗണ്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മേഖല അതിനെ വികസിപ്പിക്കാനായിട്ടുള്ള ന്യൂ സ്കീംസ് കൊണ്ടുവരിക. ഇനി നോൺ ഫോസിൽ ഫ്യൂവലിൻ്റെ കപ്പാസിറ്റിയെ പറ്റി ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസായിട്ട് ചോദിക്കാം. ഇപ്പം ആസ് ഓഫ് 2023 നവംബർ പ്രകാരം അത് വെച്ച് നോക്കുമ്പോൾ ഒരു 43.9% ഓഫ് ആണ് നമ്മുടെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയിൽ നോൺ ഫോസിൽ ഫ്യൂവലിൻ്റെ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ മോർ ദാൻ 50% എന്ന് പറയും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ള ഒരു ഏതാണ്ട് ഐഡിയ, അതായത് 40-നെക്കാളും കൂടുതലുണ്ട് എന്നുള്ളൊരു ഐഡിയ മനസ്സിലുണ്ടായിരിക്കണം.
ഇനി 10 കോടിയോളം വീടുകളിൽ എന്താണ് LPG കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ PM ഉജ്ജ്വല യോജന വഴി. ഇനി 36 crore വീടുകളിൽ LED ബൾബ്സ്. ഇപ്പോൾ ഉജാല എന്ന് പറഞ്ഞൊരു സ്കീം, ഉജ്ജ്വല എന്ന് പറഞ്ഞ വേറെ സ്കീമാണ്. രണ്ടിനെയും ഡിഫറൻസ് മനസ്സിലാക്കുക. ഉന്നത് ജ്യോതി ബൈ അഫോർഡബിൾ LEDs ഫോർ ഓൾ പ്രോഗ്രാം എന്നാണ് ഈ ഉജാല സ്കീമിൻ്റെ പദ്ധതി. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതായത് 2015 ഈ സ്കീം കൊണ്ടുവന്നത് വീടുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന ഫ്യൂവൽ എഫിഷ്യൻ്റ് അല്ലാത്ത ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലും ബൾബ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് LED ബേസ്ഡ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് എഫിഷ്യൻ്റ് ലൈറ്റിനിങ് പ്രോഗ്രാം അതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. എഫിഷ്യൻ്റ് എനർജി കൊണ്ടുവരിക. ഈ 1.3 crore LED സ്ട്രീറ്റ് ലൈറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യുക. അത് സ്ട്രീറ്റ് ലൈറ്റിംഗ് നാഷണൽ പ്രോഗ്രാം എന്ന് പറഞ്ഞ് 2015 ആരംഭിച്ചൊരു പ്രോഗ്രാമാണ് ഈ SNLP എന്ന് പറയുന്നത്. കൺവെൻഷനലായിട്ട് സ്ട്രീറ്റ് ലൈറ്റ്സിന് ഉപയോഗിക്കുന്ന ലൈറ്റ്സ് മാറ്റിയിട്ട് സ്മാർട്ടായിട്ടും എഫിഷ്യൻ്റായിട്ടുമുള്ള LED സ്ട്രീറ്റ് ലൈറ്റ്സ് കൊണ്ടുവരിക. ഇതാണ് ലക്ഷ്യം. ഇനി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് 3 മേജർ റെയിൽവേ കോറിഡോർ പ്രോഗ്രാംസ് അണ്ടർ PM ഗതിശക്തി ടു ഇംപ്രൂവ് ലോജിസ്റ്റിക്സ് എഫിഷ്യൻസി ആൻഡ് റെഡ്യൂസ് കോസ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കഷൻസോ ഡിബേറ്റോ ഒക്കെ ശ്രദ്ധിച്ചപ്പോഴത്തേക്കും നിങ്ങൾ ഏറ്റവും എടുത്തു പറഞ്ഞ 2-3 പദ്ധതികളിൽ, പുതുതായിട്ട് കൊണ്ടുവരുന്ന 2-3 പദ്ധതികളിൽ ഒന്നാണ് ഇത്. 3 റെയിൽവേ കോറിഡോർ പ്രോഗ്രാംസ് അത് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്തിനൊക്കെ ഉള്ളതാണ്? ഒന്ന് എനർജി മിനറൽ സിമെൻറ്റ് പരമായിട്ടുള്ള അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ റെയിൽവേ കോറിഡോർ. രണ്ടാമത് പോർട്ടുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഒരു റെയിൽവേ കോറിഡോർ വരുന്നത്. മൂന്നാമത് ഹൈ ട്രാഫിക് ഡെൻസിറ്റി കോറിഡോർസ്. അപ്പോൾ ആ ഒരു മേഖലയിൽ ഹൈ ട്രാഫിക് ഡെൻസിറ്റി ഉള്ള ഏരിയയിൽ പ്രത്യേകിച്ചും റെയിൽവേ കോറിഡോർസ് വരുന്നു. അപ്പോൾ ഇത് 3 ഓർമ്മയിലിരിക്കട്ടെ. ഒറിജിനൽ ബജറ്റ് ഡോക്യുമെൻറ്റിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ. ഇനി PM ഗതിശക്തി നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി കൊണ്ടുവന്ന, പ്രത്യേകിച്ചും അതിൻ്റെ ലോജിസ്റ്റിക്സ് കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. 2019 കൊണ്ടുവന്നത് എന്നുള്ളത് ഓർമ്മിക്കുക. ഇനി പ്രൊമോഷൻ ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വയ ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റീസ് ടു ബി നെഗോഷിയേറ്റഡ്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള ട്രീറ്റീസ് മുഖേന നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യുക. എക്സ്പാൻഷൻ ഓഫ് എക്സിസ്റ്റിംഗ് എയർപോർട്ട്സ് ആൻഡ് കോംപ്രഹെൻസീവ് ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ എയർപോർട്ട്സ് അണ്ടർ ഉഡാൻ സ്കീം. പലരും കേട്ടിട്ടുണ്ടാകും. മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ കീഴിൽ 2016 ആണ് ഈ ഉഡാൻ സ്കീം ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. 10 വർഷത്തേക്കാണ്, അതായത് 2026 വരെ ആയിരിക്കും ഈ പദ്ധതി നിലനിൽക്കാൻ പോകുന്നത്. റീജിയണൽ എയർപോർട്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ചെറിയ സ്ഥലങ്ങളിൽ പലപ്പോഴും ഈ മലയിടിച്ചിൽ, മണ്ണിടിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ നേരിടുന്ന റോഡ് കണക്ടിവിറ്റി, റെയിൽ കണക്ടിവിറ്റിക്ക് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ലോ കോസ്റ്റായിട്ട് റീജിയണൽ കണക്ടിവിറ്റി നടപ്പിലാക്കുക. ഇതാണ് ഉഡാൻ പദ്ധതിയുടെ ലക്ഷ്യം. ഇനി പ്രൊമോഷൻ ഓഫ് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ വയ മെട്രോ റെയിൽ ആൻഡ് നമോ ഭാരത് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹൈ സ്പീഡ് റീജിയണൽ ട്രെയിൻ സർവീസ് പ്രോജക്റ്റാണ്. ഈ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഒരു പദ്ധതിയാണ് നമോ ഭാരത് ട്രെയിൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക, ഫസ്റ്റ് സെമി ഹൈ സ്പീഡ് വെറും ട്രെയിനല്ല, റീജിയണൽ ട്രെയിൻ സർവീസ് ആണെന്നുള്ളത് ഓർമ്മിക്കുക. അതാണ് നമോ ഭാരതിൻ്റെ പ്രത്യേകത. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓവർ ദ ഇയേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളൊരു ഗ്രാഫാണ് കാണിക്കുന്നത്. ഏതാണ്ട് കൺസിസ്റ്റൻ്റായിട്ട് തന്നെ കൂടി വരുന്നുണ്ട്. ഇനി FDI ഇൻഫ്ലോ ഡബിൾ ആയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നത്, അതായത് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കാം, ഒരു ലാസ്റ്റ് ഒരു 20 years എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ FDI ഇൻഫ്ലോ ഡബിൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചോദിക്കാം. ഇപ്പോൾ ശ്രദ്ധിക്കുക. നാഷണൽ പല ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഈ ഒരു ബജറ്റിലെടുത്ത് കാണിക്കുന്നതെല്ലാം തന്നെ പോസിറ്റീവ് സൈഡാണ്. അപ്പോൾ ഓർമ്മിക്കാനേ എളുപ്പമുണ്ട്. നാഷണൽ ഹൈവേക്ക് വേണ്ടി എത്ര കിലോമീറ്റേഴ്സ് പുതുതായിട്ടുണ്ടാക്കി എന്നുള്ളത്, കാർഗോ ട്രാഫിക് അറ്റ് മേജർ പോർട്സ് അത് കൂടിയത്, ഇലക്ട്രിഫൈഡ് റെയിൽ റൂട്ട്, എയർക്രാഫ്റ്റ് മൂവ്മെൻറ്റ്, നമ്പർ ഓഫ് എയർപോർട്ട്സ് എല്ലാം കൂടിയ ഡേറ്റയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ടു അസിസ്റ്റ് സ്റ്റേറ്റ്സ് ഇൻ ഫാസ്റ്റർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 2018 വന്ന പ്രോഗ്രാമാണ്. ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്ന് പറയുന്നത് 2018 വന്ന പ്രോഗ്രാമാണ്. 112 ഡിസ്ട്രിക്ട്സിനെ ഡെവലപ്പ് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ എന്താണ് അതുമായിട്ട് ബന്ധപ്പെടുത്തി ഇൻക്ലൂസീവ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിൻ്റെ കീഴിൽ ഉണ്ടായ കുറച്ച് ഡെവലപ്മെൻറ്റ്സിൻ്റെ കാര്യമാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഹെൽത്തുമായിട്ട് ബന്ധപ്പെടുത്തി എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. എൻകറേജ് സെർവിക്കൽ ക്യാൻസർ വാക്സിനേഷൻ ഫോർ ഗേൾസ് ബിറ്റ്വീൻ 9 to 14 years. അപ്പോൾ ഈ സെർവിക്കൽ ക്യാൻസറുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ഇടയ്ക്കൊരു കറണ്ട് അഫേഴ്സ് വന്നത് നിങ്ങൾ ചിലപ്പം പത്രങ്ങളിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെർവാവാക് എന്ന് പറഞ്ഞൊരു ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള സെർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ഒരു വാക്സിൻ നമ്മൾ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സെർവാവാക് എന്നാണ് പേര്.
ഓർമ്മയിലിരിക്കട്ടെ. ഓപ്ഷൻസിൽ പല രീതിയിൽ തെറ്റിച്ച് പേരുകൾ തരാം, അപ്പോൾ ഓർമ്മിക്കുക. ഇതിന് മെയിനായിട്ട് കാരണം ഒരു വൈറസാണ്. അപ്പം മറ്റ് എന്താണ് ക്യാൻസേഴ്സൊന്നും വൈറസ് ആയിരിക്കില്ല വരുന്നത്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്സിനാണ്. പ്രോപ്പറായിട്ട് വാക്സിനേഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ് ഇത് കാരണമാകുന്നത്, ഈ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്നത്. അപ്പോൾ ഈ വാക്സിൻ എപ്പോഴാണ് എഫക്റ്റീവ് ആകുന്നത്? ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കാണ്. പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കുന്നതിന് മുമ്പ് ഈ വാക്സിൻ ചെയ്യുകയാണെങ്കിൽ ആയിരിക്കും ഇഫക്റ്റീവ് എന്ന് പറയുന്നത്. കാരണം സെക്ഷൽ ഇൻ്റർകോഴ്സിലൂടെ ആയിരിക്കും ഈ വൈറസ് മിക്കവാറും ട്രാൻസ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സമയത്തായിരിക്കും ഈ വാക്സിൻ സ്വീകരിക്കുന്നത് നല്ലത്. ഇനി ഈ ഏറ്റവും പ്രധാനം എന്തുകൊണ്ടാണ് ഈ സെർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കേണ്ടതിൻ്റെ ആവശ്യകത? സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നാലാമതായിട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന തരം ക്യാൻസറാണ് ഈ സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലും സെർവിക്കൽ ക്യാൻസർ പേഷ്യൻസ് ഉള്ളതെന്ന് പറയുന്നതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. അത് പ്രത്യേകിച്ചും നോട്ട് ചെയ്യണം. ഈ ഡയഗ്നോസ് ചെയ്താൽ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്താൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. അതുകൊണ്ട് തന്നെ ഈ വാക്സിനേഷൻ്റെ കാര്യം നിങ്ങൾ ഓർമ്മയിലിരിക്കണം. ഓക്കെ, ഇനി സാക്ഷം അംഗൻവാടി ആൻഡ് പോഷൻ 2.0 ടു ബി എക്സ്പെഡിറ്റഡ് ഫോർ ഇംപ്രൂവ്ഡ് ന്യൂട്രീഷണൽ ഡെലിവറി, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ സാക്ഷം അംഗൻവാടി ആൻഡ് പോഷൻ 2.0 എന്ന് പറയുന്ന മിനിസ്റ്റർ ഓഫ് ചൈൽഡ് ആൻഡ് വെൽഫെയർ മിനിസ്റ്ററുടെ കീഴിൽ തന്നെയാണ്. അത് നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഈ ICDS പദ്ധതിയൊക്കെ റീവാമ്പ് ചെയ്യുന്ന ഒരു പദ്ധതിയായിരുന്നു. പോഷൻ എന്ന് പറയുന്ന പദ്ധതിയും ICDS എന്ന് പറഞ്ഞ പദ്ധതിയെയും കൂടെ എന്ത് ചെയ്തു, അതിനെ ഒന്ന് ഹോളിസ്റ്റിക് ഒരു പരമായിട്ട് ഒന്ന് കോംപ്രഹെൻസീവായിട്ട് ഉടച്ചു വാർത്ത പദ്ധതിയാണ് ഇത്. ഇതിനകത്ത് പല ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിൽ ICDS ഉണ്ട്, ഈ സാക്ഷം അംഗൻവാടി പോഷൻ 2.0 ICDS ഉണ്ട്, പോഷൻ പദ്ധതിയുണ്ട്. ഈ പോഷൻ പദ്ധതിയുടെ ഫുൾ ഫോം പഠിക്കുക. പ്രൈം മിനിസ്റ്റർ ഓവർ ആർക്കിംഗ് സ്കീം ഫോർ ഹോളിസ്റ്റിക് നറിഷ്മെൻറ്റ് എന്നുള്ളതാണ് പോഷൻ പദ്ധതിയുടെ ഫുൾ ഫോം. പിന്നെ പോഷൻ പദ്ധതിയുണ്ട്, പിന്നെ സ്കീം ഫോർ അഡോളസെൻറ്റ് ഗേൾസിന് വേണ്ടിയുള്ള സ്കീമുണ്ട്, പിന്നെ നാഷണൽ ക്രഷ് സ്കീമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പദ്ധതികളാണ് ഈ സാക്ഷം അംഗൻവാടി പോഷൻ 2.0 എന്ന് പറയുന്ന ഈ ഒരു അംബ്രല്ല സ്കീമിൻ്റെ അകത്ത് വരുന്നത്. ഇതൊരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. എയിം എന്ന് പറയുന്നത് മാൽന്യൂട്രീഷൻ കുറയ്ക്കുക, 0.6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും, പിന്നെ 14 to 18 ഇയേഴ്സ് വരെയുള്ള ഈ ടീനേജേഴ്സിൻ്റെ കാര്യത്തിലും, അതുപോലെ പ്രഗ്നൻ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സിൻ്റെ കാര്യത്തിലുമാണ് ഇവർ പ്രത്യേകിച്ചും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി യുവിൻ പ്ലാറ്റ്ഫോം ഫോർ ഇമ്മ്യൂണൈസേഷൻ എഫേർട്സ് ഓഫ് മിഷൻ ഇന്ദ്രധനുഷ് ടു ബി റോൾഡ് ഔട്ട്. അപ്പോൾ യുവിൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമുക്കൊരു കോവിൻ പ്ലാറ്റ്ഫോമിൻ്റെ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ വാക്സിനേഷൻ ബുക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊരു പ്ലാറ്റ്ഫോമാണ് കോവിൻ പോർട്ടൽ. അപ്പോൾ അതിൻ്റെ ഒരു റെപ്ലിക്ക തന്നെയാണ് ഈ യുവിൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്തും അതുപോലെ തന്നെ അല്ലാണ്ട് വാക്സിനേഷനൊക്കെ എടുക്കുന്നവരും ഒരിക്കൽ എടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ കറക്റ്റായിട്ട് അത് റെഗുലറായിട്ട് നെക്സ്റ്റ് ഡോസ് അവർ എടുക്കുന്നുണ്ടോ എന്നൊക്കെ ട്രാക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ നമുക്ക് വിട്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ കൊണ്ടുവരിക, അത് ഇന്ത്യയിൽ സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യുവിൻ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നത്. ഇനി മിഷൻ ഇന്ദ്രധനുഷ് എല്ലാവർക്കും അറിയാമായിരിക്കും. അതൊരു പാൻ ഇന്ത്യയിൽ തന്നെ ബൈ 20 കൊണ്ടുവന്നപ്പോൾ ലക്ഷ്യം 2022 തന്നെ ഫുൾ ഇമ്മ്യൂണൈസേഷൻ കവറേജ് പാൻ ഇന്ത്യ ലെവലിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ചും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന 0 to 2 ഇയേഴ്സും പ്ലസ് പ്രഗ്നൻറ്റ് ലേഡീസിനെയാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വാക്സിൻ പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഡിസീസസിനെയാണ് ഈ മിഷൻ ഇന്ദ്രധനുഷിനകത്ത് ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഹെൽത്ത് കവർ അണ്ടർ ആയുഷ്മാൻ ഭാരത് സ്കീം ടു ബി എക്സ്റ്റെൻഡ് ഓൾ ആശ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ്. അതിപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്നതാണ്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ ആയുഷ്മാൻ ഭാരത് സ്കീം പുതുതായിട്ട് കൊണ്ടുവന്നതല്ല, ആശ വർക്കേഴ്സിനും അംഗൻവാടി വർക്കേഴ്സിനും ഹെൽപ്പേഴ്സിനും എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആയുഷ്മാൻ ഭാരത് സ്കീമിനെ പറ്റി നമ്മൾ 2018 ഇത് റോൾ ഔട്ട് ചെയ്ത സമയം തൊട്ട് കേൾക്കുന്നുണ്ടാകും. ലോകത്തിലെ ഏറ്റവും വലിയ ഹെൽത്ത് അഷുറൻസ് സ്കീമാണ്. 2018 കൊണ്ടുവന്നു ഇപ്പോൾ പറഞ്ഞു. പിന്നെ ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. ഏതാണ്ട് 10 കോടി ഫാമിലിയാണ് ഇത് ലക്ഷ്യം വയ്ക്കുന്നത്. 10 കോടിയോളം ഫാമിലീസാണ് ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആകാൻ പോകുന്നത്. അതായത് ചുരുങ്ങിയത് ഒരു 50 കോടിയോളം ആൾക്കാർ, 10 കോടി ഫാമിലി ചുരുങ്ങിയത് ഒരു 50 കോടിയോളം ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ വരും.
അതുപോലെ തന്നെ ഇത് നടപ്പിലാക്കുന്നത് നാഷണൽ ഹെൽത്ത് അതോറിറ്റിയാണ് നടപ്പിലാക്കുന്നത്. ഇതിന് 2 കമ്പണൻസ് ഉണ്ട്. ഒന്ന് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സ് സ്ഥാപിക്കുക, 2 പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന PMJAY എന്ന് പറയും. ഇപ്പോൾ ഈ 2 കമ്പണൻസ് ആണ് ഈ ആയുഷ്മാൻ ഹെൽത്ത് ഭാരത് സ്കീമിനുള്ളത്. പിന്നെ ആശാ വർക്കേഴ്സിനെ പറ്റി പ്രത്യേകിച്ച് പഠിക്കുക. കേരള PSCയിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ആശാ വർക്കേഴ്സിൻ്റെ ഓണറേറിയം എത്രയാണ്. അപ്പോൾ ചിലപ്പോൾ ഇനി നെക്സ്റ്റ് ആശാ വർക്കേഴ്സിൻ്റെ ഫുൾ ഫോം ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. ആശ എന്ന് പറയുന്ന അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ്, കമ്മ്യൂണിറ്റി ലെവൽ വർക്കേഴ്സാണ് അവർ. 2005-6 സമയത്ത് ഇത് റോൾ ഔട്ട് ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞാണ് കുറച്ചുകൂടെ ഒരു വ്യാപകമായ രീതിയിൽ ഇന്ത്യയിൽ മുഴുവൻ വരുന്നത്. ഒരു ആശ 1000 ആളുകൾക്ക്, 1000 പോപ്പുലേഷന് ഒരു ആശ എന്നുള്ള രീതിയിലാണ്. അപ്പം കുറച്ച് സ്പേഴ്സ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ വേറെയാണ് ഒരു സെറ്റിൽമെൻറ്റിന് ഒരു ആശ എന്നുള്ള രീതിയിലൊക്കെയാണ്. ഡെസേർട്ട് ഏരിയ അല്ലെങ്കിൽ ഫോറസ്റ്റ് റീജിയനിലൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ നോർമലി വളരെ ഒരു ആവറേജ്ലി പറയുകയാണെങ്കിൽ 1000 പോപ്പുലേഷന് ഒരു ആശ എന്നുള്ള രീതിയിലാണ് ഇവരെ അലോക്കേറ്റ് ചെയ്യുന്നത്. ഇവർ പിന്നെ ഗവൺമെൻറ് ജോലിക്കാരായിട്ടല്ല കണക്കാക്കുന്നത്, പകരം ഒരു ഓണററി അല്ലെങ്കിൽ ഒരു വോളണ്ടിയേഴ്സായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പ്രിഫറബിളി 25-നും 45-നും വയസ്സിനിടയ്ക്കുള്ള വർക്കേഴ്സ് തന്നെയാണ് നമ്മൾ ആശാ വർക്കേഴ്സായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഈ ഇവരുടെ ഓണറേറിയം ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഓണറേറിയം ഈ സ്റ്റേബിളായിട്ട് പോകണം എന്നില്ല, പല സ്റ്റേറ്റിലും പലതാണ്. അപ്പോൾ പൊതുവേ പറയുകയാണെങ്കിൽ കേരളം ഇപ്പോൾ കൊടുക്കുന്ന ഓണറേറിയം എന്ന് പറഞ്ഞാൽ 6000 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 2000 രൂപ സെൻറ്റർ ഇൻസെൻറ്റീവായിട്ട് കൊടുക്കും. ചിലപ്പോൾ 1000 രൂപയിൽ കുറയാത്തൊരു തുക കേരളം ഇൻസെൻറ്റീവായിട്ടും കൊടുക്കും. അപ്പോൾ ഒരു ലെസ് ദാൻ ഒരു 9000 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി ആശാ വർക്കേഴ്സിൻ്റെ മന്ത്ലി ഒരു സാലറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹൗസിംഗ് ആണ്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ ക്ലോസ് ടു അച്ചീവിംഗ് ടാർഗറ്റ് ഓഫ് 3 crore ഹൗസസ്, അഡീഷണലി 2 crore ഹൗസസ് ടാർഗറ്റ് ഓവർ നെക്സ്റ്റ് 5 years. അപ്പോൾ അടുത്ത 5 വർഷം കൊണ്ട് വീണ്ടും ഒരു 2 കോടി വീടുകൾ കൂടി പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. 2016 ഈ പദ്ധതി വരുന്നത്. കൊണ്ടുവന്ന സമയത്ത് 2022 ആകുമ്പോഴത്തേക്കും ഹൗസിംഗ് ഫോർ ഓൾ എന്നുള്ളതായിരുന്നു ലക്ഷ്യം. Okay, next housing for middle class scheme to be launched to promote middle class to buy or build their own house. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ സ്കീം വരാൻ പോകുന്നു എന്നുള്ളത് ഓർമ്മിക്കുക. ഇതിൻ്റെ അലോക്കേഷനൊക്കെ പറയുന്നുണ്ട്, കൂടിയത് കൊണ്ടാണ് പ്രത്യേകിച്ചും കാണിച്ചിരിക്കുന്നത്. ഇനി ടൂറിസം, സ്റ്റേറ്റ്സ് വിൽ ബി എൻകറേജ്ഡ് to undertake development of iconic tourist centers to attract business and promote opportunities for local entrepreneurship. പ്രത്യേകിച്ച് സ്കീമിൻ്റെ പേരൊന്നും പറയുന്നില്ല. ലോങ് ടേം ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് ടു ബി പ്രൊവൈഡ് ടു സ്റ്റേറ്റ്സ് ടു എൻകറേജ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ടൂറിസ്റ്റ് സൈറ്റ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് കൊടുക്കും ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട്. ഈ ടൂറിസ്റ്റ് പ്ലേസസിനെ പ്രൊമോട്ട് ചെയ്യുന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ വർഷം G20 മീറ്റിംഗ് നടന്നപ്പോഴത്തേക്കും ഇങ്ങനത്തെ സ്ഥലങ്ങൾ, ഇപ്പോൾ കേരളത്തിൽ കുമരകത്തൊക്കെ നടന്നു നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് എവിടെയൊക്കെ നടന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചും ഇന്ത്യയിലാകെ കൂടെ 60 ലൊക്കേഷൻസിലായിട്ട് പല പല മീറ്റിംഗ്സ് നടന്നു. അപ്പോൾ അതുപോലെ കേരളത്തിൽ എവിടെയൊക്കെ നടന്നു എന്നുള്ളത് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് പഠിക്കാം. ഇനി പ്രോജക്ട്സ് ഫോർ പോർട്ട് കണക്ടിവിറ്റി, ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ, അമ്യൂണിറ്റീസ് വിൽ ബി ടേക്കൺ ഇൻ ഐലൻഡ്സ് ഇൻക്ലൂഡിംഗ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. മാൽദീവ്സായിട്ടുള്ള ഇഷ്യൂ വന്ന സമയത്ത് ലക്ഷദ്വീപിനെ ഒരു ടൂറിസ്റ്റ് സെൻ്ററായിട്ട് മാറ്റിയെടുക്കും എന്നുള്ളത് പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. ഓക്കെ, ഈ നെക്സ്റ്റ് അഗ്രികൾച്ചറിലോട്ട് പോവുകയാണ്. ഗവൺമെൻറ് വിൽ പ്രൊമോട്ട് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പോസ്റ്റ് ഹാർവസ്റ്റ് ആക്ടിവിറ്റി. ഓക്കെ, പോസ്റ്റ് ഹാർവസ്റ്റ് ചെയ്തതിന് ശേഷം അതിനെ സക്സസ്ഫുള്ളായിട്ട് സ്റ്റോർ ചെയ്യണം, പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് നാനോ DAP എന്ന് പറയുന്നത് ഡൈഅമോണിയം ഫോസ്ഫേറ്റ് ആണ്. ഇപ്പം നമുക്ക് ഇന്ത്യയിൽ ഫോസ്ഫേറ്റിൻ്റെ അധികം റിസോഴ്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഫോസ്ഫറസ് ആവശ്യമുള്ള ഫെർട്ടിലൈസേഴ്സിന് നമ്മൾ പുറമേ നിന്നാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഇല്ലാത്തത് കാരണം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കുറേ ലീച്ചിങ് വഴി പുറത്ത് പോകുന്നതുകൊണ്ട് നമ്മൾ നാനോ DAP അപ്ലൈ ചെയ്യാനായിട്ട് ലക്ഷ്യം വയ്ക്കുന്നു. ഇനി ആത്മനിർഭർ ഓയിൽ സീഡ് അഭിയാൻ സ്ട്രാറ്റജി, അപ്പോൾ അത് പുതുതായിട്ട് വരാൻ പോകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മെയിനായിട്ട് നമ്മൾ കുക്കിംഗ് ഓയിൽ ഇമ്പോർട്ടിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഈ പുറമേ നിന്നുള്ള ഈ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ഓയിൽ കൺസംഷൻ നടത്തുന്നത് നമ്മളാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ് ഈ റീജിയനിൽ നിന്നാണ് നമ്മൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് കുക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്. ഇനി കോംപ്രഹെൻസീവ് പ്രോഗ്രാം ഫോർ ഡയറി ഡെവലപ്മെൻറ്റ് ടു ബി ഫോർമുലേറ്റഡ്. അപ്പോൾ ഇന്ത്യയാണ് ഏറ്റവും വലിയ മിൽക്ക് പ്രൊഡ്യൂസർ എന്ന് ബജറ്റിൽ എടുത്തു പറയുന്നുണ്ട്. ഫുൾ ബജറ്റ് ഡോക്യുമെൻറ്റ് വായിക്കുന്നവർക്ക് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, വായിക്കുന്നത് നല്ലതാണ്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ യൂണിയൻ ബജറ്റ് എന്ന് പറഞ്ഞ ആപ്പും ഉണ്ട്. ആ ആപ്പിനകത്ത് ബജറ്റിൻ്റെ ഹൈലൈറ്റ്സും ഉണ്ട്, ബജറ്റിൻ്റെ ഫുൾ ബജറ്റ് ആ ഒരു സ്പീച്ചും ഉണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ഇന്ത്യയാണ് മിൽക്ക് പ്രൊഡക്ഷൻ്റെ ഫസ്റ്റ് ഉള്ളതെന്ന്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമുള്ള ഡിഗ്രി ലെവൽ എക്സാംസൊക്കെ നോക്കുകയാണെങ്കിൽ
പ്രത്യേകിച്ച് മെയിൻസ് എക്സാമിന് എക്കണോമിക്സിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസിലൊക്കെ ഓരോ അഗ്രികൾച്ചർ പ്രോഡക്ട്സിൻ്റെ ഒന്നാമതാരാണ്, രണ്ടാമതാരാണ്, ആ പൊസിഷനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രൊഡക്ഷൻ്റെ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയൊരു പദ്ധതി വരാൻ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത് ഡയറി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. അപ്പോൾ മത്സ്യസമ്പദ യോജന നമുക്കറിയാം ഈ കോവിഡിൻ്റെ സമയത്താണ് വരുന്നത്. ഒരു ബ്ലൂ റെവല്യൂഷൻ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ആത്മനിർഭർ ഭാരത് പാക്കേജ് കൊണ്ടുവന്ന ഒരു ഓർക്കുന്നുണ്ടാകുന്നുള്ള കോവിഡിൻ്റെ സമയത്ത് ഒരു പാക്കേജ്, അതിനകത്താണ് എന്താണ് ഇങ്ങനൊരു പദ്ധതിയെ പറ്റി പറഞ്ഞത്. അപ്പോൾ ഈ പദ്ധതി ലക്ഷ്യം വെച്ച് 5 വർഷത്തേക്ക് നടപ്പിലാക്കാനാണ്. അതായത് 2020-21 കാലയളവിൽ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ. അതിനി 24-25 വരെ നമ്മളത് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ അതെന്താണ് അതിൻ്റെ കീഴിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കാനുള്ളത്, ബജറ്റ് നിങ്ങൾ ഫുൾ ബജറ്റ് എടുത്ത് വായിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിന് ചോദിച്ചാലോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ പ്രൊഡക്ടിവിറ്റി 3 to 5 ടൺ പെർ ഹെക്ടർ ആക്കി നമ്മൾ കൂട്ടണം എന്ന് എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഒന്ന് പറയുന്നത് എക്സ്പോർട്ട്സ് ഡബിൾ ചെയ്യണം. ഏതാണ്ട് 1 lakh crore നമ്മുടെ എക്സ്പോർട്ട് വാല്യൂ നമ്മൾ എത്തിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ 55 ലക്ഷം എംപ്ലോയ്മെൻറ്റ് നമ്മൾ ഈ ഒരു മേഖലയിൽ ക്രിയേറ്റ് ചെയ്യണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതിൻ്റെ കീഴിൽ നമ്മൾ ഈ വർഷം കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങളെയും പറ്റി ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട് എടുത്തു പറഞ്ഞതാണ്, ന്യൂസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ 5 അക്വാ പാർക്സ് നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇനി ബ്ലൂ റെവല്യൂഷന് വേണ്ടി അലോക്കേറ്റ്, അപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നിന്ന് ഈ സാമ്പത്തിക വർഷം നോക്കുമ്പോഴത്തേക്കും കൂടിയതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസസ് സ്കീം 2020-21 സമയത്ത് വന്നതാണ്. അതും 5 വർഷത്തേക്ക്, അതായത് 24-25 വരെ അത് ഉണ്ടാകും ആ പദ്ധതി. ആ പദ്ധതിക്ക് അലോക്കേറ്റ് ചെയ്ത തുക ഇത്തവണയും കൂടിയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ കീഴിലാണ് 1 district 1 product സ്കീമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP കുറയുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഗ്രാഫാണ് ഇത്. നെക്സ്റ്റ് നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു സ്റ്റഡി ആയിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. 3.2 എത്തിയിട്ടുണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ NPA ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് അഡ്വാൻസസ് NPA കുറഞ്ഞു വരുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. NPAയുടെ സമയത്ത് ഒരു ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. ബാങ്ക് ക്യാപിറ്റലൈസേഷൻ പ്രോഗ്രാമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ന്യൂസിൽ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് NPAs കുറയുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, ഒബ്വിയസ്ലി നമ്മൾ അതിനുവേണ്ടി കുറേ പദ്ധതികൾ 2015 തൊട്ട് നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ മിഷൻ തൊട്ട് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ അതിൻ്റെയൊക്കെ ഫലമായിട്ട് 2018 ആ ഫിനാൻഷ്യൽ ഇയർ 18 മുതലുള്ള ഒരു വളർച്ച നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ട്രിപ്പിൾ ആയി എന്നൊക്കെ നമുക്ക് പറയാം. അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്, വോളിയം എന്ന് പറയുന്നത്. ഇനി റൈസ് ഇൻ ആവറേജ് മന്ത്ലി ഗ്രോസ് GST കളക്ഷൻ ഒരു 2018 തൊട്ട് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും കൂടിയിട്ടുണ്ട്. അതുപോലെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അതൊരു ഇങ്ങനെ പോവുകയാണെങ്കിലും ഫിനാൻഷ്യൽ ഇയർ 2000 ഈ ഒരു കഴിഞ്ഞ 10 വർഷം ഫസ്റ്റ് നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നത് തൊട്ട് ഈ ഒരു കാലയളവ് നോക്കുകയാണെങ്കിലേക്ക് നമുക്ക് കുറഞ്ഞു എന്ന് പറയാം. നെക്സ്റ്റ് ടാക്സ് റിഫോമുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് ടാക്സ് കളക്ഷൻസ് ട്രിപ്പിൾ ആയിട്ടുണ്ട്. പിന്നെ റിട്ടേൺ ഫയലേഴ്സ് കൂടിയിട്ടുണ്ട്, 2.5 മടങ്ങോളം എത്തിയിട്ടുണ്ട്. റീഫണ്ട്സ് ഫാസ്റ്റായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. GST കളക്ഷൻ ഡബിളായിട്ടുണ്ട്. ആവറേജ് മന്ത്ലി നോക്കുകയാണെങ്കിൽ ഇൻക്രീസ് ഇൻ ടാക്സ് ബോയൻസി ഓഫ് സ്റ്റേറ്റ് റവന്യൂ. അപ്പോൾ സ്റ്റേറ്റ് റവന്യൂവിൻ്റെ സ്റ്റേറ്റ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ ടാക്സ് ബോയൻസി കൂടിയിട്ടുണ്ട്. അപ്പോൾ ടാക്സ് ബോയൻസി എന്താണ്, ടാക്സ് ഇലാസ്റ്റിസിറ്റി എന്താണെന്നുള്ളത് ഇക്കണോമിക്സിൽ ചോദിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, ഡിഗ്രി ലെവൽ എക്സാംസിന്. അപ്പോൾ എന്താണ് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് ഓർമ്മിക്കുക. അപ്പോൾ ടാക്സ് ബോയൻസി എന്ന് പറയുന്നത് ടാക്സ് റവന്യൂവും GDPയും തമ്മിലുള്ള ബന്ധമാണ്. അതായത് ടാക്സ് എപ്പോഴാണ് ആ ഒരു ബോയിൻ്റ് ആണെന്ന് നമ്മൾ പറയുന്നത്, അതായത് GDP നാഷണൽ ഇൻകം അല്ലെങ്കിൽ നാഷണൽ ഔട്ട്പുട്ട് കൂടുന്നതിനേക്കാളും പ്രൊപ്പോർഷണലായിട്ട് ടാക്സ് റവന്യൂ കൂടിയാൽ ടാക്സ് ബോയൻസി ആ സ്റ്റേറ്റിനുണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തുണ്ട് എന്ന് പറയാം. ഇനി ടാക്സ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ടാക്സ് റവന്യൂവും ടാക്സ് റേറ്റും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ ടാക്സ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് ടാക്സ് റവന്യൂ ഒത്തിരി കൂടുകയാണെങ്കിൽ ടാക്സ് ഇലാസ്റ്റിക് ആണ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് പറയാനുള്ളത്
പ്രധാനമായിട്ട് ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നമ്മുടെ ഇൻകം ടാക്സ് റേറ്റ്സോ സ്ലാബ്സോ അതിലൊന്നും വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കോർപ്പറേറ്റ് ടാക്സ് 22% തന്നെയാണ് നിലനിൽക്കുന്നത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് കമ്പനീസിന് 15%, ന്യൂ മാനുഫാക്ചറിങ് കമ്പനീസിന് 15% തന്നെയാണ്. അതുപോലെ തന്നെ 7 ലക്ഷം വരെയുള്ളവർക്ക് ന്യൂ ടാക്സ് റെജീമിൽ ഇൻകം ടാക്സ് ഇല്ല എന്നുള്ളത് ഓർമ്മിക്കുക. ഇനി വളരെ വളരെ പ്രധാനമാണ്, അടിവരയിട്ട് പഠിച്ചുള്ളത്, 1 രൂപ നമുക്ക് എവിടെ നിന്ന് വരുന്നു ആ ഒരു കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് 1 രൂപയുടെ ഒരു 28% അല്ലെങ്കിൽ 28 പൈസ നമുക്ക് വരുന്നത് കടമെടുപ്പിലൂടെയാണ്. ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസിലൂടെ. അതിൻ്റെ ഓർഡർ അനുസരിച്ച് എഴുതാൻ ചോദിക്കും, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസിലൂടെയാണ് നമ്മുടെ 1 രൂപയിൽ 28 പൈസയും വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇൻകം ടാക്സിലൂടെയാണ് നെക്സ്റ്റ്. ബോറോയിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആണ് നെക്സ്റ്റ്. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ജി എസ് ടി ആണ് നെക്സ്റ്റ് വരുന്നത്. പിന്നെ കോർപ്പറേഷൻ ടാക്സ് ആണ്. അപ്പോൾ ബിഗ് സി എന്നൊരു കോഡ് വെച്ച് ജസ്റ്റ് ഓർമ്മിച്ച് കഴിഞ്ഞാൽ ഈ 1 രൂപയിൽ ഏറ്റവും കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് 1 രൂപ അതിൽ ഓരോരോ ഭാഗമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തില്ല, ഓരോ ഷെയറും എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിനോടൊപ്പം തന്നെ സ്റ്റേറ്റ്സിനുള്ള ഷെയർ, ടാക്സസും ഡ്യൂട്ടീസിൽ നിന്നും സ്റ്റേറ്റിനുള്ള ഷെയർ, ഇത് രണ്ടുമാണ്. സ്റ്റേറ്റിൻ്റെ ഷെയറും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും, ഇത് രണ്ടുമാണ് ഏറ്റവും വലിയ ചിലവ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് സെൻട്രൽ സെക്ടർ സ്കീംസ് ആണ്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ മറ്റ് എക്സ്പെൻഡിച്ചേഴ്സ് അതിൽ ഈക്വലായിട്ട് നിൽക്കുകയാണ്. ഫിനാൻസ് കമ്മീഷൻ പറയുന്ന രീതിയിലുള്ള അലോക്കേഷൻ, ഡിഫൻസിനുള്ള എക്സ്പെൻഡിച്ചർ, സെൻട്രൽ സ്പോൺസേർഡ് സ്കീം. കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യാസം വന്നിട്ടുണ്ട് ഈ 1 രൂപ എങ്ങോട്ട് പോകുന്നു, എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിൽ. അതുകൊണ്ട് പണ്ടത്തെ കോഡ് വെച്ച് യൂസ് ചെയ്ത് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ മാറ്റുക, ഇത്തവണ മാറിയിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി ഓരോ മിനിസ്ട്രിക്കുള്ള അലോക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കൂ. ഡിഫൻസ് മിനിസ്ട്രിക്കാണ് ഏറ്റവും കൂടുതൽ അലോക്കേഷൻ പോയിട്ടുള്ളത്. 6.2 lakh crore ആണ് ഡിഫൻസ് മിനിസ്ട്രിക്ക് പോയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ റോഡിനാണ് പോയിരിക്കുന്നത്, പിന്നെ റെയിൽവേ, പിന്നെ കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ഈ ഒരു ഓർഡറിലാണ് പോയിരിക്കുന്നത് എന്ന് ഓർമ്മിക്കാം. ഇനി മേജർ സ്കീംസിനുള്ള അലോക്കേഷൻ. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷ MGNREGA കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷ നോക്കുകയാണെങ്കിൽ, ഓവർ ദി ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ MGNREGAയുടെ അലോക്കേഷൻ കഴിഞ്ഞ വർഷമൊക്കെ അതിന് മുമ്പിലത്തെ വർഷത്തിനേക്കാളും വളരെ കുറവായിരുന്നു എന്നുള്ള ക്രിറ്റിസിസംസ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ആയുഷ്മാൻ ഭാരതിൻ്റെ കുറച്ച് കൂടിയിട്ടുണ്ട് അലോക്കേഷൻ. ഇനി പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമിൻ്റെ അലോക്കേഷൻ കൂടിയിട്ടുണ്ട്. ഇതിൽ PLI സ്കീം നിങ്ങൾ കോവിഡിൻ്റെ സമയത്ത് കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഡൊമസ്റ്റിക്, ആ സമയത്ത് നമുക്കറിയാം പുറത്തു നിന്നുള്ള ഇമ്പോർട്ടിൻ്റെയും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എക്സ്പോർട്ട്, ആ മൂവ്മെൻ്റ് എല്ലാം ഒരു ഡീഗ്ലോബലൈസേഷനിലോട്ട് പോയ, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് പ്രൊട്ടക്റ്റീവ് എക്കോണമിയിലോട്ട് പോയ ഒരു സമയമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തിനെ നമുക്ക് മുതലെടുക്കാൻ വേണ്ടി, അത് നമ്മുടെ വീക്ക്നെസ് എന്താണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത്, അതിനെ ഒന്ന് ആ ഒരു മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കൊണ്ടുവന്ന ഈ PLI സ്കീം എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം എന്നാണ് പേര്. ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുപോലെ തന്നെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. 2020 മാർച്ചിലാണ് കൊണ്ടുവന്നത്. 14 സെക്ടറിലാണ് വ്യാപിച്ചിരിക്കുന്നത്. ഡൊമസ്റ്റിക് ആയാലും ഫോറിൻ കമ്പനീസിലായാലും ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ആരംഭിച്ചിരിക്കുന്നതാണെങ്കിൽ അതിന് ഇൻസെൻറ്റീവ് കിട്ടും. അപ്പോൾ ഇൻസെൻറ്റീവ് എങ്ങനെയാണ് കൊടുക്കുന്നത്? പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടല്ല, അതിൻ്റെ ഇൻക്രിമെൻ്റൽ സെയിൽസ് എങ്ങനെയാണ് അതിനെ ലിങ്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇനി ഡെവലപ്മെൻറ്റ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഡിസ്പ്ലേ മാനുഫാക്ചറിങ് എക്കോസിസ്റ്റത്തിന് അലോക്കേഷൻ കൂടിയിട്ടുള്ളതായിട്ട് കാണിക്കുന്നത്. സോളാർ പവർ ഗ്രിഡിനുള്ള അലോക്കേഷൻ കൂടിയിട്ടുണ്ട്. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷനുള്ള അലോക്കേഷൻ ഏതാണ്ട് 2 മടങ്ങോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഗ്രീൻ ഹൈഡ്രജൻ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ബ്ലൂ ഹൈഡ്രജൻ, ഗ്രീൻ ഹൈഡ്രജൻ, ബ്രൗൺ, ഗ്രേ, ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കണം. ഡിഗ്രി ലെവലിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇവിടെ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുമ്പോഴത്തേക്കും കാർബൺ എമിഷനേ ഇല്ലാത്ത തരത്തിലുള്ള ഹൈഡ്രജനാണ് ഈ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഹെൽപ്പോടുകൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഗ്രീൻ ഹൈഡ്രജൻ. ഇനി ബ്ലൂ ഹൈഡ്രജൻ എന്ന് പറയുന്നത് അവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മീഥേൻ്റെ ഹെൽപ്പോടുകൂടി ആയിരിക്കും. പക്ഷേ ഈ എമിറ്റ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കും, സെക്വസ്ട്രേഷൻ നടക്കും. അങ്ങനെയാണെങ്കിൽ അത് ബ്ലൂ ഹൈഡ്രജൻ എന്ന് പറയും. ഇനി ഗ്രീൻ ഹൈഡ്രജൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ബ്രൗൺ ഹൈഡ്രജൻ ആണെങ്കിൽ അത് കോളിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കോളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ എമിഷൻ അവിടെ നടക്കും, എമിറ്റ് ചെയ്യും. ഇനി അതുപോലെ ഗ്രേ ഹൈഡ്രജൻ ഉണ്ട്. ഗ്രേ ഹൈഡ്രജൻ ആണെങ്കിൽ മീഥേനിൽ നിന്നാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്, അതുപോലെ എമിറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് വ്യത്യാസം. ഗ്രീൻ ഹൈഡ്രജൻ ആണെങ്കിൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ നടക്കുന്നില്ല. ബ്ലൂ ആണെങ്കിൽ മീഥേനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്നില്ല. എമിറ്റ് ചെയ്യുന്നത് സെക്വസ്ട്രേറ്റ് ചെയ്യുന്നു, പുറത്ത് അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യില്ല. ഇതിൻ്റെ ഫലമായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഫലമായിട്ട് പുറത്ത് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ അവർ സ്റ്റോർ ചെയ്യുന്നു.
അതുപോലെ തന്നെ മീഥേനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രേ ഹൈഡ്രജൻ, പക്ഷേ അത് എമിറ്റ് ചെയ്യുന്നു. ബ്രൗൺ ഹൈഡ്രജൻ കോളിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് പുറത്ത് വിടുന്നുണ്ട്. ഇനി റവന്യൂ റെസീറ്റ്സ് കൂടി വരുന്നുണ്ട്. ക്യാപിറ്റൽ റെസീറ്റ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് അത്രയും അത്ര അല്ലാണ്ട് അതിപ്പോൾ ഏതാണ്ട് 17.6 lakh crore നമ്മുടെ ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഡെഫിസിറ്റ് ഈ വർഷം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 5.9 ആണ്. നെക്സ്റ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒത്തിരി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്, ഏതാണ്ട് 3 മടങ്ങോളം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നുള്ളത് ബജറ്റിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു. അതുകൊണ്ട് ഒന്ന് നോക്കുക. 2018 തൊട്ട് നോക്കുമ്പോഴത്തേക്കും ഏതാണ്ട് കണ്ടോ ഇപ്പോൾ 10 ആയിട്ടുണ്ട്. 10 ലക്ഷം കോടി രൂപയാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ഈ വർഷത്തേക്ക്. ഇനി ബോറോയിങ്സ് നോക്കിയാൽ ബോറോയിങ്സ് കുറയും എന്ന് പറയുന്നുണ്ട് ഈ വർഷം, അതായത് ഈ വരുന്ന വർഷത്തിൽ. ഫിനാൻഷ്യൽ ഇയർ 25 ഗ്രോസ് ബോറോയിങ് ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് 14.13 trillion, അച്ചീവിങ് എ റിഡക്ഷൻ ഫ്രം ഫിനാൻഷ്യൽ ഇയർ 24 എന്നാണ് ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു എത്ര തൊട്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിനേക്കാൾ ഇപ്പോൾ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിൽ നമുക്ക് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയെക്കാളും കൂടുതലാണ് നമ്മുടെ ബോറോയിങ്. ഇപ്പോൾ ഇനി വരുന്നതിൽ നമ്മൾ എന്ത് ചെയ്യും, അത് 14.13 trillion ആക്കി നമ്മൾ കുറയ്ക്കും, അതായത് കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ചുകൂടെ കുറയും എന്നുള്ളത് ബജറ്റിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിക്കുക. ഇനി ടാക്സ് റവന്യൂ ആണെങ്കിൽ കൂടി വരുന്നുണ്ട്. ഇനി സബ്സിഡി ആണെങ്കിൽ പണ്ട് ചോദിച്ചുകൊണ്ടിരുന്നൊരു കൺവെൻഷണൽ UPSC ചോദിച്ചുകൊണ്ടിരുന്നതാണ് എന്തിൻ്റെ സബ്സിഡിയാണ് കൂടുതൽ, ഫുഡിൻ്റെ ആണോ, ഫെർട്ടിലൈസറിൻ്റെ ആണോ, ഫ്യൂവലിൻ്റെ ആണോ സബ്സിഡിയാണ് ഏറ്റവും കൂടുതലെന്നുള്ള ഓർഡറിലൊക്കെ എഴുതാൻ പറയുന്നത്. അപ്പോൾ പണ്ട് നോക്കുകയാണെങ്കിൽ ഫുഡിൻ്റെ, ഫെർട്ടിലൈസറിൻ്റെ, പിന്നെ ഫ്യൂവലിൻ്റെ ആ ഒരു രീതിയിൽ പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കണ്ടോ ഫുഡും ഫെർട്ടിലൈസറും ഒക്കെ ഏതാണ്ട് ഒരുപോലെ വന്നിട്ടുണ്ട്. ഫ്യൂവലിൻ്റെയൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്, സബ്സിഡിയൊന്നും ഒക്കെ ഇപ്പോൾ വളരെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ബാക്കിയുള്ളതിൻ്റെ സബ്സിഡീസാണ് എന്താണ് ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ സബ്സിഡിയുടെ കാര്യമായാലും ഓർഡർ പഠിച്ചവർ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക, ഇത്തവണത്തെ ബജറ്റിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇൻ്ററിം ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇൻ്ററിം ബജറ്റിൽ മാറാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു രൂപ എങ്ങനെ വരുന്നു, 1 രൂപ എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യമൊക്കെ ഇനി വരുന്ന ബജറ്റിലും അത് സെയിം കാര്യം തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ കുറച്ച് പുതിയ പ്രോജക്റ്റൊക്കെ നമ്മൾ പഠിച്ചില്ലേ, കോറിഡോർസ്, റെയിൽവേ കോറിഡോറിൻ്റെ സ്കീം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ മത്സ്യസമ്പദ യോജനയിൽ നമ്മളൊരു ചെറിയ മാറ്റം പഠിച്ചു. അപ്പോൾ ആ റെയിൽവേ കോറിഡോറിൻ്റെ കാര്യം പഠിക്കുക, മത്സ്യസമ്പദ യോജനയുടെ സ്കീം പഠിക്കുക. പിന്നെ ഇടയ്ക്ക് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഓൾറെഡി നിലനിൽക്കുന്ന കുറേ സെൻട്രൽ ഗവൺമെൻറ് സ്കീംസ് അതെപ്പോൾ വന്നു, എന്തിനാണ് വന്നത് എന്നുള്ളത് ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ KSONൻ്റെ പുതിയ വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.